നിനക്ക് നാളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റും. നാളെയല്ല, ഇപ്പോ ഈ രാത്രി കെട്ടണോ? ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ആവേശം വേണ്ട, നാളെ മതി. എല്ലാം എന്റെ ചേച്ചി പറയും പോലെ. പക്ഷേ നാളെ ഈ കല്യാണം നടക്കണമെങ്കിൽ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഒന്നുപോലും മിസ്സാവാതെ എനിക്ക് തരണം. എന്താ, പറ്റോ? എന്താ ചേച്ചി രാനിയൊന്നും മിണ്ടാത്ത? അജയ, അനിയ, നീ കേൾക്കുന്നുണ്ടോ ചേച്ചി പറയുന്നത്? ഓ, എന്റെ അവസ്ഥയാ നീ ചൂഷണം ചെയ്യുന്നത്. അതിന് ഞാൻ വഴങ്ങുമ്പോ നാളെ ഒരു ബാർഗെയിനിങ്ങിന് നീ വരില്ലെന്ന് എനിക്ക് ഉറപ്പ് വേണം. അജയന് കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു. എന്താ, അങ്ങനല്ലേ? അതെ, മനസ്സിലായി. എല്ലാം ഞാൻ തരാം. പക്ഷേ എന്നെ ചതിക്കാൻ നോക്കിയാലേ. നിന്നെ ഞാനായിട്ട് ചതിക്കില്ല. കാരണം എന്റെ അനിയത്തി നിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടതാ. ആ ഒരു ഉറപ്പ് നിനക്കുണ്ട്. അത് ഓർത്താ മതി. നാളെ ഞാൻ വിളിക്കും. ഡോക്യുമെന്റ്സ് കിട്ടിയാൽ അനക്ക് നിനക്ക് സ്വന്തം. അനക്ക ഭാര്യയായി ഉള്ളപ്പോ അവന്തികയുമായി വിലപേശാൻ അവള് മതി അജയന്. എന്റെ ജീവിതം, ഐ ലവ് മീ. അത് കഴിഞ്ഞേ മറ്റുള്ളവർക്ക് അവന്തികയുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളൂ, സ്വന്തം കൂടപ്പിറപ്പായാലും. അനക്കിപ്പോ എന്റെ സംരക്ഷണയിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും ഈ നെല്ലിശ്ശേരിയിൽ അർച്ചന നടത്തിക്കില്ല. താനൊന്നും കഴിക്കുന്നില്ലേ? നേരെ എത്രയെന്നറിയാമോ? കഴിച്ചാലും ഇറങ്ങണ്ടേ സച്ചേട്ടാ? കഴിക്കാനോ ഒന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. താൻ കാര്യം എന്താന്ന് വെച്ചാ പറയ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഞാൻ സച്ചേട്ടനോടെല്ലാം പറയാനിരിക്കായിരുന്നു. പറഞ്ഞു കേൾക്കുമ്പോൾ സച്ചേട്ടനത് ഏത് രീതി എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇത് സച്ചേട്ടനോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. തനിക്ക് എന്നോട് പറയാനുള്ളത് അവധിയെടുത്തെ കുറിച്ചാണല്ലേ? എനിക്കത് മനസ്സിലായി. താൻ കാര്യം പറ. എന്താണെങ്കിലും തന്റെ മനസ്സമാധാനക്കേടിന് നമ്മൾ പരിഹാരം കണ്ടിരിക്കും. ഞാനാ പറയുന്നേ. പറയാം. അതേട്ടത്തി, ഞാൻ ഏട്ടത്തിയോടൊരു കാര്യം പറയാൻ വന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ അനക്കയുടെ ഒരു കാര്യമാണ്. അനക്കയുടെ കാര്യമോ? അനക്കയുടെ എന്ത് കാര്യം? അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അവനൊരു ക്രിമിനലായിട്ടേ. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? അർച്ചന,
ഉടനെ ഈ വിവാഹം അവന്തിയെടുത്ത് നടത്തുന്നല്ലാതെ എപ്പോ എങ്ങനെ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് സംശയമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. അവന്തിയെടുത്ത് അനഘയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് അജയൻ എന്ന് നമുക്കറിയാവുന്ന ക്രിമിനലിനെ കൊണ്ടാ. ഇത് ചിലപ്പോൾ എൻ്റെ ഒരു സംശയവും. അനഘയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് കണ്ടിട്ടാണോ എന്ത് ഉദ്ദേശത്തോടെയാണോ എന്നൊന്നും എനിക്കറിയില്ല. സ്വന്തം അനിയത്തെ പിടിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ കുടുംബത്തിലെ എല്ലാവരെയും അവന്തിയെടുത്തെയും അനഘയും വരെ കൊല്ലാൻ നോക്കിയതിന് റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിക്ക. അനഘ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ സച്ചേട്ടാ പറ്റില്ല എന്ന് പറയുന്നത്? അനഘ ഒരു സാധുവാ. ഏടത്തിയുടെ കൂടെ കൂടി തെറ്റുകളൊക്കെ അവൾ ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഇങ്ങനൊരവസ്ഥയിൽ കൈ ഒഴിയാൻ പറ്റുമോ അവളെ? ഞാനീ പറഞ്ഞതൊക്കെ സച്ചേട്ടൻ വിശ്വസിക്കുകയില്ലയെന്നൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം. അവൻ്റെ അടുത്ത് സച്ചേട്ടൻ കരുതുന്ന പോലൊരു സ്ത്രീ അല്ല. എല്ലാവരെയും ഒളിപ്പിച്ച് അവർക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അർച്ചന ഗർഭിണിയാവില്ലെന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്നും ഒരാൾക്ക് കൂടി അറിയായിരുന്നു. സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക്. പക്ഷെ എല്ലാം പറയുമ്പോഴും ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയണം. ഈ സത്യം ഞങ്ങൾക്ക് മാത്രമല്ല, മറ്റൊരാൾക്കും കൂടെ ഇത്. അനഘയോട് പോലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവന്തികടുത്ത് അർച്ചന പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതിനേക്കാളും കുഴപ്പമാണ്. അർച്ചന പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ഇപ്പം അജയനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ ഉള്ളിലെ ദുരൂഹത മനസ്സിലാക്കിയേ പറ്റൂ. സച്ചേട്ടാ, എനിക്കറിയാം ഇതൊന്നും സച്ചേട്ടന് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതാ സത്യം. മനസ്സിലായി അർച്ചന. താൻ പറഞ്ഞ അർത്ഥത്തിൽ തന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഒരുറപ്പ് ഞാൻ തനിക്ക് തരാം. അജയനുമായി അനഘയുടെ വിവാഹം നടക്കാൻ പോകുന്നില്ല. എന്തു വന്നാലും അത് തടയും ഞാൻ. അനഘയെ രക്ഷിക്കുകയും ചെയ്യും. എന്റെ മനസ്സിലുണ്ട് ചില സംശയങ്ങളൊക്കെ. എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തുന്ന സമയമേ എല്ലാത്തിനും ഉള്ളൂ. താൻ പറഞ്ഞതുപോലെ ഏട്ടത്തിക്ക് നമ്മളാരും കാണാത്തൊരു മുഖമുണ്ടെങ്കിൽ എനിക്കതറിയണം. എന്തിനാണ് ഈ വീട്ടിൽ അങ്ങനൊരു ഡബിൾ പ്ലേ എന്ന്? അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഈ വീട്ടിലെ എല്ലാവരും അറിയണം. ആദ്യം ഞാനെല്ലാം ഉറപ്പിക്കട്ടെ, എന്നിട്ടാവാം മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കുന്നത്. അനഘയോട് താൻ പറഞ്ഞേക്ക് ധൈര്യമായിട്ടിരിക്കാൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. മോളെ, ഞാൻ നിന്നോട് സംസാരിക്കാനാ വന്നത്. അജയിന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. ഞാൻ എന്റെ അനിയത്തിയുടെ കാര്യം പറയാനാ വന്നത്. എന്റെ ജീവിതം നശിച്ചില്ലേ? ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. നിന്നെ ഒരിക്കലും അജയനെ പോലെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല മോളെ. എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് പോലും
അജയൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തെ നശിപ്പിക്കാൻ ശക്തിയുള്ളതാ. അതില് ഞാൻ കുരുങ്ങിപ്പോയി എന്നുള്ളത് സത്യമാ. നീ ചേച്ചിയോട് ക്ഷമിക്കണം. ഒരുതരം ഭ്രാന്തായിരുന്നു എനിക്ക്. ആ സന്ദർഭങ്ങളിൽ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞതായിട്ട് അങ്ങ് കരുതിയാൽ മതി. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പെണ്ണിനെ സഹിക്കാവുന്നതിനേക്കാളും സഹിക്കുന്നവളാ നിന്റെ ചേച്ചി. ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല മോളെ. എനിക്കറിയായിരുന്നു ചേച്ചി, ചേച്ചിക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ പറ്റില്ലെന്ന്. ചേച്ചി അല്ലാതെ എനിക്ക് വേറെ ആരുണ്ട്? എന്റെ മോളെ വിഷമിക്കണ്ട. ഈ കല്യാണം നടക്കില്ല. ഞാനല്ലേ പറയുന്നത്. എനിക്ക് വലുത് നിന്റെ സന്തോഷം മാത്രം. ബാക്കിയൊന്നിനും അതിനേക്കാളും വില ഈ അവന്തിക കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയില്ല. ധൈര്യമായിട്ടിരിക്കെ. ഇപ്പോഴാ ചേച്ചി എനിക്ക് സമാധാനമായത്. ഇത്രയും നേരം ഞാൻ അനുഭവിച്ച ഭാരം ഇറക്കി വെച്ചപ്പോ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ. എന്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ എന്റെ ചേച്ചി വന്നു. ഇനി അനക്ക വിഷമിക്കില്ല. എന്റെ മോള് ബോൾഡല്ലേ, എല്ലാം ശരിയാവും. മനസമാധാനമാ ജീവിതത്തിലെ ഏറ്റവും വലുത്. എനിക്കും അതില്ലായിരുന്നു. നാളെ അമ്പലത്തിൽ പോയി അവിടെ കുറച്ച് സമയം ഇരിക്കണം. ചെയ്തു പോയ തെറ്റുകൾ എണ്ണി പറഞ്ഞ് ദൈവങ്ങളോട് ക്ഷമ ചോദിക്കണം. എങ്കിലേ എനിക്കൊരു സ്വസ്ഥത കിട്ടൂ. നീയും വാ. മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു സമാധാനം കിട്ടും. എന്തോ എനിക്ക് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സന്തോഷം. ഇന്നെനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. പോട്ടെ മോളെ. ചേച്ചി രാവിലെ നിന്നെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഇതെന്തിനടുത്ത് ഇത്ര അധികം ഉണ്ടാക്കുന്നത്? ഇവിടെ അങ്ങനെ ആരും അധികം കഴിക്കാറില്ലല്ലോ. എണ്ണ വറുത്തൊന്നും സച്ചേണ്ണ സന്ദീപും കഴിക്കില്ല. എണ്ണ കൂടുതൽ കഴിക്കാൻ എല്ലാവർക്കും പേടിയാ. കൊളസ്ട്രോൾ വരുന്ന പേടി. നീ ആദ്യം ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കിയേ. ടേസ്റ്റ് നോക്കുന്നേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഇല്ലേ? ആ എടുത്തേ, കൊള്ളാലോ. ആ എടുത്ത് ഇതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ? സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇവിടുത്തെ സാധാരണ എണ്ണ മാറ്റി പകരം ദേ ശുദ്ധമായ സൺറിച്ച് RSF ഓയിലാക്കി മാറ്റി. എന്റെ ഒരു കൂട്ടുകാരിയാ ഈ ഓയിലിനെ പറ്റി എനിക്ക് പറഞ്ഞു തന്നത്. ഇതില് വിറ്റമിൻ A ഉണ്ട്, വിറ്റമിൻ D ഉണ്ട്. പിന്നെന്താ, എണ്ണ കുറച്ച് മതി താനും. സാധാരണ എണ്ണയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. നമുക്കേ വൈകിട്ടത്തെ ചായക്ക് ഇതെല്ലാവർക്കും കൊടുക്കാം. നീ നോക്കിക്കോ, കഴിക്കാത്തവരൊക്കെ ഇന്നത് കഴിക്കും, ഉറപ്പാ. ഗുണവും ടേസ്റ്റും അത്രയ്ക്കുണ്ടേ. സൺറിച്ച് റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ. ഇത് കൊള്ളാലോ എടുത്തി. അപ്പൊ ഇനി മുതൽ നമ്മൾ ഇവിടെ ഇതേ ഉപയോഗിക്കുന്നുള്ളൂ. എന്താ സംശയം? ഇനി ഇത് മതി ഇവിടെ. സ്നേഹേ, നിനക്കെന്താടി ഞങ്ങളെ രണ്ടുപേരും പരിചയമില്ലേ? അതോ നീ ഇനി ഞങ്ങളെ കണ്ടില്ലേ? ഞാൻ നിങ്ങളെ കാണുമ്പോഴൊക്കെ സംസാരിക്കണമെന്നുണ്ടോ? എന്തിനാ നീ ഞങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതെന്നൊക്കെ
എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ പിണക്കമൊന്നും ഞാൻ കാര്യമാക്കുന്നുമില്ല. ആ ഒരു കാര്യത്തില് നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. അതിന്റെ പേരിൽ ഇനി ഈ വീട്ടിൽ അപരിചിതരെ പോലെയാണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇനിയും നിന്നെ കണ്ട അത് തന്നെ ആവർത്തിക്കും. ഹലോ, എവിടേക്കാ ഇത്ര ധൃതിയിൽ? അതും ഞാൻ ഉറങ്ങുന്ന തക്കം നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുതെന്ന്. പറഞ്ഞിട്ട് കുറച്ചു നാളെങ്കിലും കാലപ്പഴക്കം സംഭവിക്കുമ്പോൾ അതൊന്നും മാറാൻ പോകുന്നില്ല. ഞാനറിയാതെ നീ നിന്റെ സഞ്ചാരങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോ എന്റെ മുന്നിൽ കൂടി ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ പറ്റിച്ചു പോവാന്ന് കരുതി അല്ലേ? ഞാനാരെയും പറ്റിച്ചു പോയതൊന്നുമല്ല. ഞാൻ അനഖയും കൂട്ടി അമ്പലത്തിലേക്കൊന്ന് പോവാൻ തുടങ്ങിയതാ. അമ്പലത്തിലേക്കോ? അമ്പലത്തിൽ പോകാൻ എന്തിനാ ഇത്ര ധൃതി? ഈശ്വരൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കണോ അവിടെ? പരിഹാസം നിറഞ്ഞ വർത്താനം കേൾക്കാനും കുത്തിപ്പറച്ചിലുമായി ഒരു സംവാദം കേൾക്കാനും എനിക്ക് തൽക്കാലം താല്പര്യമില്ല. ഞാൻ നല്ലൊരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. ശരി, കൂടുതലൊന്നും പറയുന്നില്ല. ഒരൊറ്റ വാക്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പോകണ്ട. നന്ദേട്ടാ, നന്ദേട്ടാ. എന്തോ? എന്താ മോളെ? എന്താ മോളെ? എന്താ? കുറച്ചു ദിവസം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ അമ്പലത്തിലൊന്ന് പോയി ഈശ്വരന് മുന്നിലൊന്ന് മനസ്സ് തുറക്കണമെന്ന്. ആകെ ഒരു ആശ്വാസം അവിടെ മാത്രോ. അതിനുകൂടെ എന്നെ തടയരുത്. ആകെ അവിടെ മാത്രം ആശ്വാസമായത് എങ്ങനെയാ? ഞാൻ കാരണമാണോ? അല്ല, നീ എന്ത് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകുന്നത്? ഇവിടെ ഉള്ള എല്ലാവരെയും വേഗം കൊല്ലാൻ സഹായിക്കണമെന്ന് പറയാനോ? നിന്നെ പോലെയുള്ള പലതും ആ നടയിൽ കാലുകുത്തുന്നത് ഈശ്വരന് ഒട്ടും ഇഷ്ടമുണ്ടാവത്തില്ല. അതാ ഞാൻ പോണ്ടെന്ന് പറഞ്ഞത്. നന്ദേട്ടാ, ഞാൻ ചെയ്ത പാപങ്ങളൊക്കെ എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. ഒരു സ്ത്രീ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേ സ്ത്രീ എന്ന പരിഗണനയിൽ തന്നെ ഞാൻ പറയാ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീയാ ഞാൻ. എന്റേന്ന് പറഞ്ഞ നന്ദേട്ടന്റെ. എത്ര ദുഷ്ടയായാലും ഞാനൊരു അമ്മയാവാൻ പോയ സ്ത്രീയല്ലേ നന്ദേട്ടാ? സ്വപ്നം കണ്ടവളല്ലേ? ചിലപ്പോ ഞാൻ ചെയ്തതിന്റെയൊക്കെ ഫലമായിട്ട് ഈശ്വരൻ തന്ന ശിക്ഷയാണതെങ്കിൽ ആ സന്നിധിയിൽ കുറച്ചു നേരം കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ച എന്നോട് ഈശ്വരൻ ക്ഷമിക്കുമായിരിക്കും. ഈശ്വരൻ ചിലപ്പോ ക്ഷമിച്ചു എന്നൊക്കെ വരും. പക്ഷെ ഞാനോ ഇവിടെ ഉള്ളവരോ ഒരിക്കലും ക്ഷമിക്കത്തില്ല നിന്നോട്. കുഞ്ഞുപോയ ദൗർഭാഗ്യത്തെ ഓർത്തിട്ട് നിനക്ക് ഈശ്വര സമക്ഷത്ത് പോവാം, ആശ്വാസം കണ്ടെത്താം. ഇനിയും ആ ഭാഗ്യം നിന്നെ തേടി വരാനുള്ള പ്രാർത്ഥനയാണെങ്കിൽ അതിനി ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. ബോധാവസ്ഥയിലും അബോധാവസ്ഥയിലും ഇനിയൊരു തെറ്റ് പറ്റത്തില്ല നന്ദന്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മ എന്ന പരിഗണനയിൽ മാത്രം ഞാനിപ്പോൾ നിന്നെ പോകാൻ അനുവദിക്കാം. അതെ, പിന്നെ എന്നും എപ്പോഴും ഈ കുഞ്ഞിന്റെ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അത് വർക്കൗട്ട് ആവത്തില്ല. തൽക്കാലത്തേക്ക് പൊയ്ക്കോ. പിന്നെ
കുറെ പാവങ്ങള് അവരുടെ സങ്കടങ്ങളും തെറ്റുകളും ഒക്കെ പറയാൻ വേണ്ടി വരുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് നിന്റെ പ്രശ്നങ്ങൾ കൂടി പറഞ്ഞ് ഈശ്വരനെ വെറുതെ കൺഫ്യൂഷൻ ആക്കരുത്.